ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പ്രിങ്കിൾസിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് നല്ലൊരു കിഡിലും ബോട്ടിലായിട്ടാണ്. നല്ല ഭംഗിയാണ് കാണാൻ. എന്നാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചതഞ്ഞൊന്നും പോവാത്ത നല്ലൊരു ഷേപ്പുള്ള ബോട്ടിൽ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള കാർഡ്ബോർഡാണ്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ മേലുള്ള ഒരു പീസ് കളയുമ്പോൾ ഇങ്ങനെ ഇതുപോലെയല്ല കിട്ടുക. അപ്പോൾ ഇതിന് കൊറിഗേറ്റഡ് കാർഡ്ബോർഡ് എന്നാണ് പറയാം. അപ്പോൾ അത് ഞാൻ ഒരു വലിയൊരു കാർഡ്ബോർഡിൻ്റെ പീസിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിലുള്ള പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മടക്കുകളുള്ള പീസായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു മടക്കുകളൊക്കെ പോയിട്ടൊന്നിങ്ങനെ നല്ലൊരു റോളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളിതൊന്നിങ്ങനെ കവർ ചെയ്ത് നോക്കണം. അപ്പോൾ കവർ ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു പ്രിങ്കിൾസിൻ്റെ താഴെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ചാനൽ പോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താട്ടോ ഞാനിത് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് അളവെടുക്കാം. എന്നിട്ട് മേലെ ഇതുപോലെ നമ്മൾ ആ പ്രിങ്കിൾസിൻ്റെ ആ ഒരു ഷേപ്പിന് കറക്റ്റ് മതി, അത്രയും ഹൈറ്റ് മതി. ബാക്കി ഭാഗത്ത് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മളിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണിന് പകരം ഫെവിക്കോൾ വേണമെങ്കിലും മതി കേട്ടോ. കാരണം കാർഡ്ബോർഡിൻ്റെ പീസസ് ആണല്ലോ, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ടൊക്കെ കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു കവർ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ വേണം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റാം. പിന്നെ നമ്മൾ ആ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിലിൻ്റെ ഒരു താഴെ ഭാഗത്തുള്ള ഒരു റൗണ്ട് പോലെ ഉണ്ടല്ലോ മേലെയും, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. അത് കവർ ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കാർഡ്ബോർഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് പെയിൻ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ വേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ ഇതിന് കുറച്ചും കൂടി ഒരു ലുക്കൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സീഡ്സൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പല ടൈപ്പ് സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നെല്ലിക്കൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എഗ് ഫ്രൂട്ടില്ലേ, അപ്പോൾ അതിൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊരു വലിയൊരു ടൈപ്പാണ്. പിന്നെ ഡേറ്റ്സിൻ്റെ സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ബ്ലാക്ക് കളറ് പനയുടെ കുരുവാണ്. അപ്പോൾ പനൻ്റെ കുരു ഒരു രണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്, പംകിൻ പോലെ. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരുന്നതാണ്. നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പിസ്തയുടെ ഷെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞ് അടക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് മഞ്ചാടിക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പുളിങ്കുരു, പിന്നെ നമ്മൾ ഈ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഈ കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ചീത്തയായി പോയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നട്ട്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കുവിൻ്റെ സീഡ്, അതുപോലെ പ്ലംസിൻ്റെ സീഡ്, അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ ഒന്നും രണ്ടും ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന സീഡ് എന്നൊന്നുമില്ല, നമ്മളെ കയ്യിൽ എന്ത് സീഡാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പുളിങ്കുരും ഡേറ്റ്സിൻ്റെ സീഡും പിസ്തയുടെ ഷെല്ലൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത്രയൊക്കെ യൂസ് ചെയ്താലും മതി. പിന്നെ റബ്ബർ കായൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഇതുപോലെ വലിയൊരു ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് എൻ്റെ കയ്യിലില്ല. ഇതുപോലെ ആ ഒരു എഗ് ഫ്രൂട്ടിൻ്റെ സീഡൊക്കെ പോലെ ഇരിക്കുക, റബ്ബർ കായൻ്റെ സീഡൊക്കെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിലേക്ക് നമ്മൾ ഈ സീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഫസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 5 പേരുടെ കമൻറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വന്ന് കമൻറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിൽ ആദ്യം ആ സീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്, ആ ഒരു വലിയ സീഡ്സ് ഉണ്ടായിരുന്നില്ല എഗ് ഫ്രൂട്ടിൻ്റെ സീഡും, അപ്പോൾ അതൊരു 4 എൻ്റെ കയ്യിലുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ 4 ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു നെല്ലിക്കൻ്റെ കുരു, പിസ്തയുടെ ഷെല്ല്, പിന്നെ അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു ഇടക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സീഡ്സുകൾ ഒരേ ടൈപ്പ് സീഡ്സ് വരെ അടുത്ത് വരാതെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ പല സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരേ ഒരു ലൈനായിട്ടൊന്നുമല്ല, കുറച്ച് ഇങ്ങനെ പൊങ്ങിയും താന്നൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു താഴെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിസ്തയുടെ ഷെല്ലിൻ്റെ അകത്ത് ഞാൻ മഞ്ചാടിക്കുരൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു താഴെന്ന് മേലേക്ക് അതിങ്ങനെ തിക്കായിട്ട് ഒട്ടിക്കണം കേട്ടോ. അപ്പോഴാണ് ഭംഗി, ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ. അപ്പം ഇങ്ങനെ തന്നെ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നമുക്കിത് തന്നെ ജസ്റ്റ് ഇങ്ങനെ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് ഞാൻ വേറൊരു വർക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്.
ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ബോട്ടിൽ സെയിം തന്നെ ചെയ്തിട്ട് ഇങ്ങനെ വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണിക്കണമെന്ന്. പക്ഷേ പിന്നെ എനിക്ക് അതിനിപ്പം ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നീട് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ബോട്ടിൽ ചെയ്തിട്ട് ഇതുപോലെ വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ഇനാമൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് കളർ ഇനാമൽ പെയിൻ്റ് ആണ് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ ഞാൻ ആദ്യം ആ ഒരു കാർഡ്ബോർഡിലും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ സീഡ്സിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാർഡ്ബോർഡിലേക്ക് ഇങ്ങനെ ആ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ സീഡ്സിലേക്ക് പെയിൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ഒരു ഭംഗി ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു കേട്ടോ. ആ ഒരു സീഡ്സ് ഇങ്ങനെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട പോലെ തോന്നി ഫുള്ളായിട്ട് ഇങ്ങനെ വൈറ്റ് വന്നപ്പം. പക്ഷേ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പൊക്കെ ചെയ്ത് നോക്കി, ജസ്റ്റ് നനച്ചിട്ടൊക്കെ. പക്ഷേ അങ്ങനെ ആയിട്ടൊന്നും അത് പോകുന്നില്ല. ഇനാമൽ പെയിൻ്റ് അല്ലേ, പെട്ടെന്ന് തന്നെ അതിൽ ആ ഒരു കളർ പിടിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാനത് കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റ് തന്നെ ചെയ്ത് കൊടുത്തു. അല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ സംഭവം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം ഭയങ്കര പൊളിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു നമ്മൾ പൊതുവേ ഇങ്ങനത്തെ സീഡ്സിൻ്റെതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ട് മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുകയാണല്ലോ ചെയ്യൽ. അപ്പോൾ അതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് കൊടുത്തപ്പോൾ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത് നമ്മൾ സിൽവർ കളർ പെയിൻറ്റൊക്കെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് ഉണ്ടാകും. പക്ഷേ എൻ്റെ കയ്യിലിപ്പം അതിൻ്റെ ഒരു സ്പ്രേ പെയിൻ്റ് ഒന്നും കയ്യിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സിൽവർ കളർ ഗ്ലിറ്റർ പൗഡർ നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ കുറച്ച് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ നാമൽ പെയിൻറ്റ് ഡ്രൈ ആവാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ അതൊരു സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഫെവിക്കോളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു സീഡ്സിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ അത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു വൈറ്റ് പെയിൻറ്റിൻ്റെ കൂടെ ആ ഒരു സിൽവർ കളർ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാർഡ്ബോർഡിൽ ഇതുപോലെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഏകദേശം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടില്ല കേട്ടോ, കുറേശ്ശെ ഇങ്ങനെ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം തന്നെ നമ്മൾ ഒരു ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്നത് ഡ്രൈ ആക്കാൻ വെക്കണം. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ ആ ഒരു ഇനാമൽ പെയിൻ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും ഇങ്ങനെ സ്റ്റിക്കായിട്ട് പോകുന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഇങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ കയ്യിലേക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അത് ഇളകി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്ലിറ്റർ പൗഡറിൻ്റെ മേലെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് തിന്നായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫെവിക്കോൾ നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ ഗ്ലിറ്റർ പൗഡർ ഇട്ട് അവിടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആകുന്ന സമയത്ത് പിന്നീട് ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഇളകി പോകുന്നില്ല. നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒരു സിൽവർ കളർ ഗ്ലിറ്റർ പൗഡർ ഇടുന്നതിന് പകരം വേണമെങ്കിൽ ഗോൾഡൻ കളറോ വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ വേണമെങ്കിൽ ഇട്ട് നോക്കാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആ ഒരു വൈറ്റ് കളറിലേക്ക് ഇത് തന്നെയായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്നുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഈ വൈറ്റ് കളർ പെയിൻറ്റ് അടിക്കുന്നതിന് പകരം ബ്ലാക്ക് അടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ കളർ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താലും നല്ല രസമുണ്ടാവും കേട്ടോ. ഈ രണ്ട് ബോട്ടിലും നമ്മൾ അടുത്തടുത്തായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്താലും നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്ലിറ്റർ പൗഡറൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകിപ്പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ. ഇപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലിറ്റർ പൗഡർ കയ്യിലാവുന്നൊന്നുമില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ അങ്ങനെ ജസ്റ്റ് തൊടുന്ന സമയത്തേക്ക് തന്നെ എല്ലായിടത്തും ഇളകി പോകുമായിരുന്നു. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ഡ്രൈ ആയ സമയത്ത് നല്ലൊരു ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയിൽ അതിൻ്റെ ഒരു ഭംഗി കാണുന്നേ ഇല്ല കേട്ടോ. അത്രക്കും ഭംഗിയുണ്ട് സംഭവം. നല്ലൊരു യൂറോപ്യൻ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ ചാനലിൽ സീഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടൈപ്പ് വെറൈറ്റി ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡെക്കറേറ്റീവ് ബോൾസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സീഡ്സ് മാത്രം വെച്ചിട്ട് ഒരു ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ടൈപ്പ് ബോട്ടിൽ ആർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ അതൊക്കെ പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു സീഡ്സ് വെച്ചിട്ട് പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി എനിക്ക് ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എനിക്ക് അതിൻ്റെ ഒരു ഭംഗി വന്നിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലല്ലേ നമുക്ക് അതിനെ ഒരു വീണ്ടും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ ഒരു കമൻറ്റ്സ് കാണുന്ന സമയത്ത്. പിന്നെ അതുപോലെ മാക്സിമം ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 5 കമൻറ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ല പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.
നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ ഫ്രൈഡേ സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.